സിജു, പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ ഇപ്പോഴും വലിയ സംഘർഷ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം തൃണമൂലിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം സന്ദേശ് ഖാലിയിൽ ഉയർന്നു വരുന്നുണ്ട്. സ്ത്രീകളടക്കമാണ് വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ മാത്രമായിരുന്നു ഈ തൃണമൂൽ നേതാക്കൾ നടത്തിയ അതിക്രമം, ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തായത്. ഇതിന് പിന്നാലെയാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തന്നെ സന്ദേശ് ഖാലിയിൽ നടക്കുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ വലിയ തലത്തിൽ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദ കാരാട്ട് ഇന്ന് സന്ദേശ് ഖാലി സന്ദർശിക്കാനിരുന്നതാണ്. സന്ദേശ് ഖാലിയിലേക്ക് ബൃന്ദ കാരാട്ട് എത്തിയെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ഈ ഒരു ഇരകളെയൊക്കെ കാണുന്നതിൽ നിന്ന് CPIM നേതാവ് ബൃന്ദ കാരാട്ടിനെ പോലീസ് വിലക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ BJP നേതാക്കളെയും ഇത്തരത്തിൽ വിലക്കിയിട്ടുണ്ട്. പോലീസ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള BJP നേതാക്കളെയും തടയുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇതിൽ മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത്. അല്പം മുന്നേ ബൃന്ദ കാരാട്ട് ഒരു പ്രതികരണം നടത്തിയത് നിലവിൽ ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് തൃണമൂൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മമതാ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നൊരു വിമർശനം തന്നെയാണ് ബൃന്ദ കാരാട്ട് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ പല മേഖലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ വലിയ തലത്തിൽ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിജു, ശരി വിഷ്ണു, തുടരുക. നിലവിൽ പശ്ചിമബംഗാളിലെത്തിയ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിനെ പോലീസ് തടഞ്ഞു. വലിയ തരത്തിലുള്ള തൃണമൂൽ ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം തൃണമൂലുകാർക്കെതിരെ അവിടെ ഉയരുകയും ചെയ്യുന്നുണ്ട്.